ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു നല്ല തക്കാളി ചട്നി തയ്യാറാക്കാം. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ്. പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കണം. ഈ ചട്നി തയ്യാറാക്കാൻ വളരെ എളുപ്പവുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഒരു തമിഴ്നാടൻ സ്റ്റൈലാണ് ഈ ചട്നി. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും അല്പം കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അതും ഇട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ചട്നിക്ക് ഒരു സവാളയ്ക്ക് അര തക്കാളി എന്നുള്ള രീതിയിലാണ് ഞാൻ അളവെടുക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയായിരുന്നത് കൊണ്ട് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു അരമുറി തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയും ഇട്ടൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴലുന്ന സമയം മാത്രം മതി, വേറെ പണിയൊന്നുമില്ല. ഇതിലേക്ക് അല്പം എരിക്ക് ആവശ്യമായ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടിക്ക് പകരം നമുക്ക് ആദ്യമേ ഈ എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് എരിക്ക് ആവശ്യമായത് വറുത്തെടുക്കുകയും ചെയ്യാം. ഞാനിവിടെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതുകൂടി പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ മിക്സിയിൽ നിന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഒന്ന് കടുക് താളിച്ച് ചേർത്ത് ഒരു വറ്റൽമുളക് ഒരു കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് കടുക് താളിച്ചെടുത്താൽ നല്ലതാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയായ ഒരു ചട്നിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.